നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സുരക്ഷാ സാങ്കേതിക വിദ്യയായ ABS, അതായത് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. നിങ്ങൾക്കെങ്കിലും ഒരിക്കലെങ്കിലും പെട്ടെന്ന് ബ്രേക്ക് അടിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അങ്ങനെ ബ്രേക്ക് അടിക്കുമ്പോൾ ടയറുകൾ ലോക്ക് ആവുകയും വാഹനം സ്കിഡ് ചെയ്തു പോകുകയും ചെയ്തിട്ടുണ്ടാകാം. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ വാഹന നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനാൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പ്രശ്നത്തെ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ് ABS സിസ്റ്റം. ABS എന്നത് 1970കളിൽ ആദ്യമായി വിമാനങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള സാങ്കേതികവിദ്യയാണ്. പിന്നീട് അതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞതോടെ കാർ, ബൈക്ക് തുടങ്ങിയവയിലും ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടാൻ തുടങ്ങി. ഇന്നത്തെ ദിവസം ഭൂരിഭാഗം പുത്തൻ വാഹനങ്ങളിലും ABS സിസ്റ്റം സ്റ്റാൻഡേർഡായി തന്നെയുണ്ട്. വലിയ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ബൈക്കുകളിലും ഇത് നിയമപരമായി നിർബന്ധമാക്കിയിട്ടുണ്ട്. ABS സിസ്റ്റം പ്രവർത്തിക്കുന്നത് വളരെ സുതാര്യമായ രീതിയിലാണ്. ഇതിൽ പ്രധാനമായും 4 ഘടകങ്ങളുണ്ട്: വീൽ സ്പീഡ് സെൻസർ, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് അഥവാ ECU, ഹൈഡ്രോളിക് വാൽവുകൾ, പിന്നെ പമ്പ്. ഓരോ ടയറിന്റെയും സ്പീഡ് നിരീക്ഷിക്കുന്നതിനായി വീൽ സ്പീഡ് സെൻസർ പ്രവർത്തിക്കുന്നു. ഈ സെൻസറുകളിൽ നിന്നുള്ള ഡേറ്റ നിരന്തരമായി ECUലേക്ക് അയക്കപ്പെടുന്നു. ഒരു ടയർ ലോക്ക് ആകാൻ പോകുന്നുവെന്ന് ECU തിരിച്ചറിയുമ്പോൾ അതിനുള്ള ബ്രേക്ക് പ്രഷർ കുറയ്ക്കുന്നതിനായി ഹൈഡ്രോളിക് വാൽവ് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുന്നു. പിന്നീട് പമ്പ് പ്രഷർ വീണ്ടും പുനഃസ്ഥാപിക്കുന്നു. ഈ മുഴുവൻ പ്രക്രിയ സെക്കൻഡിന്റെ ഭാഗങ്ങളിൽ തന്നെ നടക്കുന്നു. അതിനാൽ ഡ്രൈവറിനത് അറിയാനും ആവശ്യവുമില്ല. വാഹനത്തിൽ ABS ഉണ്ടാകുന്നതിന്റെ പ്രധാന ഗുണം ബ്രേക്ക് അടിക്കുമ്പോൾ ടയറുകൾ ലോക്ക് ആവാതെ വാഹന നിയന്ത്രണം നിലനിർത്താൻ കഴിയുന്നവയാണ്. ഇത് സ്കിഡിംഗ് ഒഴിവാക്കാൻ സഹായിക്കുന്നു, പ്രത്യേകിച്ച് മണ്ണും വെള്ളവും നിറഞ്ഞ വഴികളിൽ. ABSന്റെ സഹായത്തോടെ ഡ്രൈവർക്ക് അതിസാഹസികമായ സമയങ്ങളിലും വാഹനം നിയന്ത്രിക്കാനാകും. എന്നാൽ പലരുടെയും തെറ്റായ ധാരണയനുസരിച്ച് ABS ഉപയോഗിച്ചാൽ ബ്രേക്കിംഗ് ദൂരം കുറയുമെന്ന് കരുതുന്നു. യഥാർത്ഥത്തിൽ ABSന്റെ പ്രധാന ലക്ഷ്യം ബ്രേക്കിംഗ് ദൂരം കുറയ്ക്കുകയല്ല, ടയറിന്റെ ട്രാക്ഷൻ നിലനിർത്തിയാണ്. ചില സാഹചര്യങ്ങളിൽ ബ്രേക്കിംഗ് ദൂരം കുറയുകയും ചെയ്യും, എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലുമല്ല. ABS പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ഡ്രൈവറിനെ കാൽ ബ്രേക്ക് പെഡലിൽ വെച്ചിരിക്കുമ്പോൾ ചെറിയ തടി പോലുള്ള ഒരു വൈബ്രേഷൻ അനുഭവപ്പെടാം. അത് നിസ്സാരമായ ABSന്റെ പ്രവർത്തനമാണ്. ചിലർ അതൊരു തകരാറായി തെറ്റിദ്ധരിച്ച് കാൽ പിൻവലിക്കാറുണ്ട്. എന്നാൽ അതിന് ഭയപ്പെടേണ്ടതില്ല. ABS ശരിയായി പ്രവർത്തിക്കുമ്പോൾ അതാണ് സാധാരണ അനുഭവം. വാഹനത്തിൽ ABS ഉണ്ടായാൽ നിരവധി അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. പ്രത്യേകിച്ച് മഴ പെയ്യുന്ന കാലത്ത്, തളർന്ന റോഡുകളിൽ അല്ലെങ്കിൽ പെട്ടെന്ന് എമർജൻസി ബ്രേക്ക് ഇടേണ്ടി വന്നാൽ ABS വലിയ സഹായമാണ്. സ്കിഡ് ചെയ്യാതെ ഡ്രൈവർക്ക് വാഹനം നിയന്ത്രിക്കാനും മറ്റുള്ള വാഹനങ്ങളോ ആളുകളോ അടിയന്തരമായി കാണുമ്പോൾ ചൂടോടെ ഇടിച്ചു കയറാതിരിക്കാൻ ABS സഹായിക്കുന്നു. ചിലർ ചോദിക്കാറുണ്ട്, എനിക്ക് ബൈക്കാണ്, അതിനും ABS വേണോ? അതിനുത്തരം വ്യക്തമാണ്, അത്യാവശ്യമാണ്. ബൈക്കിന്റെ ബ്രേക്കിംഗ് സമയത്ത് ടയറുകൾ സ്കിഡ് ചെയ്യുകയാണെങ്കിൽ വാഹനം നിയന്ത്രണം വിട്ട് റൈഡറെ ഫലത്തിൽ സ്ലിപ്പിംഗ് അല്ലെങ്കിൽ മോട്ടോർ വെച്ച് വീഴൽ സംഭവിക്കാം. അതുകൊണ്ടാണ് ABS ഉള്ള ബൈക്കുകൾക്കുള്ള ആവശ്യകത ഇപ്പോൾ കൂടുതലായിരിക്കുന്നത്. അവസാനമായി പറയുകയാണെങ്കിൽ, ABS ഒരു ആഡംബര സംവിധാനമല്ല, മറിച്ച് നമ്മുടെ ജീവൻ രക്ഷിക്കാവുന്ന സുരക്ഷാ സാങ്കേതിക വിദ്യയാണ്. നിങ്ങൾ പഴയ വാഹനം ഉപയോഗിക്കുകയാണെങ്കിൽ ABS ഉള്ള മോഡലിലേക്കുള്ള അപ്ഗ്രേഡ് പരിഗണിക്കുക. നമ്മുടെ സുരക്ഷയ്ക്ക് അതൊരു വലിയ നിക്ഷേപം തന്നെയാണ്. അപകടങ്ങൾ വരുന്നതിനു മുൻപേ സുരക്ഷാ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപിക്കുക എന്നതാണ് സുതാര്യമായ തീരുമാനം.